കേരളത്തിൽ യു ഡി എഫിന് അനുകൂലമായ ഒരു സാഹചര്യമാണ് എന്ന് യു ഡി എഫുകാരും അല്ലെങ്കിൽ പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ തന്നെ വിശ്വസിച്ചു വരുന്നു. അതവർക്ക് ആത്മവിശ്വാസം, അണികളിൽ വലിയ ആവേശമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നല്ലത് തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു ആത്മവിശ്വാസമാണ് പലപ്പോഴും പ്രവർത്തനത്തെ കൂടുതൽ ഊർജ്ജസ്വലമാക്കുന്നത്. പ്രത്യേകിച്ച് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമാണ് ഈ ആത്മവിശ്വാസവും ആവേശവും ഒക്കെ കോൺഗ്രസ്സുകാർക്ക് കൂടിയത്. അങ്ങനെ ആത്മവിശ്വാസവും ആവേശവും കൂടുമ്പോൾ കോൺഗ്രസിലെ നേതാക്കന്മാർക്ക് അവരെ ആഗ്രഹിക്കുന്ന പദവികളും കൂടിക്കൂടി വരികയാണ്. ഒരു പദവിയിൽ ഇരിക്കുന്നവർക്ക് അതെല്ലാം ഇട്ടെറിഞ്ഞ് കേരള രാഷ്ട്രീയത്തിലേക്ക് വന്ന് മറ്റു ചില പദവികളിലേക്ക് കയറാനുള്ള മോഹവും കൂടിക്കൂടി വരികയാണ്. അത് മനുഷ്യസഹജമാണല്ലോ. കോൺഗ്രസ്സുകാർക്ക് അല്പം കൂടുതലാണെന്നേ ഉള്ളൂ. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ യു ഡി എഫ് അധികാരത്തിൽ വരാൻ കഴിയുമെന്നും ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് കോൺഗ്രസ് നിൽക്കുന്നത്. കേരളത്തിൽ മൂന്നാമതൊരു മുന്നണി വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം അവർ ഇടയ്ക്ക് ഓർക്കുന്നത് നന്നായിരിക്കും. BJP നയിക്കുന്ന NDA മുന്നണി അത് മുൻകാലങ്ങളിലെ പോലെ അല്ല എന്നുള്ളത് രാജീവ് ചന്ദ്രശേഖർ ഇടയ്ക്ക് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി വോട്ട് വിഹിതം കൂട്ടലല്ല ജോലി, ഇനിയും സീറ്റുകൾ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. ആ സാഹചര്യത്തിൽ കോൺഗ്രസ്സുകാർ കാണുന്ന ഈ സ്വപ്നം എത്രത്തോളം ഫലിക്കും എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അതിനു മുമ്പായിട്ട് മറ്റു ചില കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ, ഈ കോൺഗ്രസിൻ്റെ ചില MP-മാർ, അതായത് 2019 കോൺഗ്രസ്സുകാർക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ദേശീയ തലത്തിൽ കോൺഗ്രസ് രക്ഷപ്പെടുമെന്നും രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകുമെന്നുമൊക്കെ. രണ്ടാം തവണയും വയനാട്ടിൽ വന്നു നിന്ന് ജയിച്ചു പോയി. കേരളത്തിൽ നിന്ന് ജയിച്ച ഒരു MP രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആകുന്നു എന്നൊക്കെ പറയുന്നതിൽ മലയാളികളും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് അഭിമാനം കൊള്ളുകയോ ഒക്കെ ചെയ്തു. പക്ഷേ കോൺഗ്രസ് വീണ്ടും പഴയ രീതിയിൽ തന്നെ തുടരുകയും ഇന്ത്യ മുന്നണിയൊക്കെ ഉണ്ടാക്കിയപ്പോൾ എന്തോ പിടിച്ചെടുക്കും എന്നുള്ള ധാരണയിലൊക്കെയാണ് പോയത്. പക്ഷേ വലിയ ഫലമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. 2024 കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞു. അവർക്ക് അതുകൊണ്ട് തന്നെ മനസ്സിലാകുന്നുണ്ട് ഇനി ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ പ്രസക്തിയില്ല കോൺഗ്രസിന്. 2029 അധികാരത്തിൽ വരാമെന്ന് കണക്ക് കൂട്ടുന്നില്ല കോൺഗ്രസ്. ഇനി അങ്ങോട്ട് എന്തായാലും ഒരു 10-20 കൊല്ലം BJPയുടെ കാലം തന്നെ ആയിരിക്കും. പിന്നെ അതിൽ നിന്നൊക്കെ അതിനെയൊക്കെ തച്ചുടച്ച് വേണം വളർന്നു വരാനെന്നൊക്കെ ദേശീയ തലത്തിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എത്ര ഉണ്ടാകുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. ഈ അവസരത്തിൽ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ചില കോൺഗ്രസ് MP-മാരൊക്കെ തന്നെ കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഇവിടെ വന്ന് ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് UDF അധികാരത്തിൽ വരുമ്പോൾ ഇവിടുത്തെ മന്ത്രിമാരിൽ ഒരാളാകണം എന്നുള്ളതാണ്. കോൺഗ്രസ്സിൽ ആഗ്രഹിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. ആഗ്രഹം അവർ ഉള്ളിൽ വെക്കത്തുമില്ല, പുറമെ പ്രകടിപ്പിച്ച് അത് പാർട്ടിക്കകത്തും നാട്ടിലും കുളവാക്കും എന്നേ ഉള്ളൂ. കോൺഗ്രസ്സുകാരിലെ നല്ല പങ്കും അങ്ങനെ അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് നടക്കുന്നവരാണ്. പലർക്കും മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ആകണമെന്നുണ്ടെങ്കിൽ തന്നെ ഈ 5 വർഷമൊന്നും പോരാ, കൂടുതൽ കാലം കൊടുത്തുകൊണ്ട് അവർക്കൊക്കെ ഓരോരോ ചാൻസ് കൊടുത്ത് മാറ്റി പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത്രയ്ക്ക് അധികാരം മോഹിച്ച് നിൽക്കുന്നവരാണ് കോൺഗ്രസ്സിലുള്ളത്. ഇപ്പോൾ തന്നെ MP-മാരിൽ തിരികെ വരാൻ ആഗ്രഹിക്കുന്നല്ല, അവർ അതിൻ്റെതായ നീക്കം തുടങ്ങി. ഒന്ന് ആറ്റിങ്ങൽ MP-യായ അടൂർ പ്രകാശാണ്. അടൂർ പ്രകാശിന് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകണമെന്ന് യാതൊരു താല്പര്യവുമില്ലായിരുന്നു. 2019 രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും, കേന്ദ്രത്തിലൊരു പദവി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ് നേതൃത്വമാണ് അടൂർ പ്രകാശിനെ കോന്നിയിൽ നിന്ന് വലിച്ചിഴച്ചു കൊണ്ടുവന്ന് ആറ്റിങ്ങലിൽ കൊണ്ടുവന്നത്. അടൂർ പ്രകാശ് പിന്നെ ഏത് മണ്ഡലത്തിൽ നിന്നാലും വിജയിച്ചു. 2024 അദ്ദേഹം മത്സരിക്കണമെന്ന് യാതൊരു താല്പര്യവുമില്ലായിരുന്നു. വീണ്ടും ഇറക്കി പാർട്ടി.
ജനം വിട്ടുകൊടുത്തോ? ജനം ജയിപ്പിച്ചേ അടങ്ങും. കാരണം അടൂർ പ്രകാശ് അത്രത്തോളം കാര്യങ്ങൾ അവിടെ ചെയ്തു. ഇതേ രീതിയിലാണ് കോന്നി നിയമസഭാ മണ്ഡലത്തിലും കോന്നിയുടെ വികസനം ഉണ്ടായിട്ടുള്ളതെല്ലാം തന്നെ അടൂർ പ്രകാശിലൂടെയാണ്. ആ അടൂർ പ്രകാശിനെ ആറ്റിങ്ങലിലേക്ക് കൊണ്ടുപോയപ്പോൾ കേരളത്തിൽ UDF നഷ്ടപ്പെട്ടത് ഒരു സീറ്റാണ്. അത് ഉപതെരഞ്ഞെടുപ്പിലൂടെ CPM പോവുകയും ചെയ്തു. ഇനിയിപ്പോൾ UDF കൺവീനർ കൂടിയാക്കിയിരിക്കുകയാണ് അടൂർ പ്രകാശിനെ കേരള രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരിക. അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞ് UDF അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു മന്ത്രി കൂടിയാണ്. ഒരിക്കൽ അദ്ദേഹം റവന്യൂ മന്ത്രിയായിരുന്നു. നല്ല മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇനി മറ്റൊരു MP എന്ന് പറയുന്നത് യുവനിരയിലുള്ള ഒരു സെലിബ്രിറ്റിയുടെ പരിവേഷമുള്ള MP ആണ് ഷാഫി പറമ്പിൽ. ഉമ്മൻചാണ്ടി സ്കൂൾ ഓഫ് പൊളിറ്റിക്സിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളാണ് ഷാഫി പറമ്പിൽ. പുതിയ തലമുറയുടെ ഒരു വൈബാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഷാഫി പറമ്പിൽ യുവനിരയിൽ നിന്ന് വരുമ്പോൾ അദ്ദേഹത്തിന് വളരെ സുരക്ഷിതമായ ഇടമുണ്ട് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ തന്നെ. അവിടെ നിർത്തി ജയിപ്പിച്ച് കേരളത്തിലെ യുവജനങ്ങൾക്ക് വേണ്ടി ഒരു മന്ത്രിയായാൽ എന്താണ് എന്ന് കോൺഗ്രസും ആലോചിക്കുന്നുണ്ട്. ഷാഫി പറമ്പിലിന് ഉള്ളിൽ ആഗ്രഹവും ഉണ്ട്. ദേശീയ നേതൃത്വത്തിൽ പോയിട്ട് ഒരു കാര്യവും ചെയ്യാനില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പാലക്കാട് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുമ്പോഴാണ് അദ്ദേഹത്തെ വടകരയിലേക്ക് കൊണ്ടുപോയത്. വടകരയിൽ MP ആക്കി വിട്ടു. അപ്പോൾ ഷാഫി പറമ്പിലിനും കേരള രാഷ്ട്രീയത്തിലേക്ക് മടങ്ങാനാണ് താല്പര്യം. പിന്നെ മറ്റൊന്ന് ഹൈബി ഈഡനാണ്. ലത്തിൻ കത്തോലിക്ക വിഭാഗക്കാരനാണ്. അദ്ദേഹം കഴിഞ്ഞ 2-3 തവണയായിട്ട് വിജയിച്ചു വരികയാണ്. പക്ഷേ ഇനി അദ്ദേഹം MP ആയിട്ട് നിൽക്കുമ്പോൾ അല്പം സൂക്ഷിക്കണം. കാരണം മുനമ്പം വിഷയത്തിനകത്ത് വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നവരാണ്. അതുകൊണ്ട് എറണാകുളത്ത് എപ്പോഴും UDF ഒരു പച്ച തുരുത്താണ്. എറണാകുളം ജില്ലയിലെ എവിടെങ്കിലും കൊണ്ട് നിർത്തിയാൽ സൂക്ഷിച്ച് നിർത്തണമെന്നേ ഉള്ളൂ. ആ മുനമ്പത്തെ വിഷയത്തിൽ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതീവ സുരക്ഷിതമായിട്ടുള്ള ഒരു മണ്ഡലത്തിൽ കൊണ്ട് നിർത്തിക്കഴിഞ്ഞ് ജയിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഹൈബി ഈഡനും മന്ത്രി സാധ്യത പോലും ഉള്ള ആളാണ്. അപ്പോൾ ഹൈബി ഈഡനും തിരിച്ചെന്നല്ല അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന് തന്നെയാണ് താല്പര്യം. പിന്നെ ആഗ്രഹിക്കുന്നത് പാലക്കാട് MP ആയ VK ശ്രീകണ്ഠനാണ്. 2 വട്ടം തുടർച്ചയായി CPM പരാജയപ്പെടുത്തിയ MP കൂടിയാണ് VK ശ്രീകണ്ഠൻ. പാലക്കാടെന്ന് പറഞ്ഞാൽ CPM ഒരു കോട്ടയാണ്. ആ കോട്ട പൊളിക്കാനായിട്ട് VK ശ്രീകണ്ഠന് സാധിച്ചു എന്നുള്ളതാണ്. ശ്രീകണ്ഠന് പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിലെ ഏതെങ്കിലും നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന് അവിടെ ഒരു മന്ത്രിയാക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാലക്കാടിൻ്റെ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ കഴിയും എന്നും പാർട്ടി കരുതുന്നുണ്ട്. പിന്നെ മറ്റൊരാൾ NK പ്രേമേന്ദ്രനാണ്. NK പ്രേമേന്ദ്രൻ RSP ആണ്, ഘടകകക്ഷിയാണ് UDF. പ്രേമേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം MP എന്നുള്ള രീതിയിൽ വലിയ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. പ്രേമേന്ദ്രനെ ചിലർ കരുതുന്നത് കൊണ്ടുവന്നിട്ട് ചവറയിൽ നിർത്തി മത്സരിപ്പിച്ചിട്ട് അദ്ദേഹത്തെ നമ്മുടെ ഘടകകക്ഷിക്ക് ഒരു മന്ത്രി ഉണ്ടാകുമല്ലോ, അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ഏൽപ്പിക്കണം എന്നുള്ള രീതിയിലാണ്. പക്ഷെ ചവറയിൽ കൊണ്ടുവന്ന് നിർത്തിയാൽ ഷിബു ബേബി ജോണിനെ എവിടെ കൊണ്ട് നിർത്തും എന്നുള്ളത് ആലോചിക്കണം. ഷിബു ബേബി ജോണിനും RSPയിൽ നിന്ന് ജയിച്ചു വന്ന് മന്ത്രിയാകാൻ ആഗ്രഹിക്കുന്ന ആളാണ്. NK പ്രേമേന്ദ്രൻ VS മന്ത്രിസഭയിലെ ജലവിഭവ വകുപ്പ് മന്ത്രി കൂടിയായിരുന്നു. മികച്ച പ്രകടനവുമായിരുന്നു. NK പ്രേമേന്ദ്രന് മികച്ച പാർലമെന്റേറിയനാണ് ഇപ്പോൾ. നരേന്ദ്രമോദി ഇഷ്ടപ്പെടുന്ന ഒരു പാർലമെന്റേറിയൻ. അപ്പോൾ ഇത് പ്രേമചന്ദ്രനെ കൊണ്ടുവരണമെന്ന് കേരള രാഷ്ട്രീയത്തിലുള്ളവർ താല്പര്യപ്പെടുന്നതായ കാര്യമാണ്. കോൺഗ്രസ്സിലുള്ളത് അവരൊക്കെ തന്നെ തിരികെ വരാൻ ആഗ്രഹിക്കുന്ന, ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നിട്ട് കാര്യമില്ല, അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിലേക്ക് വരണം, ഇനി അങ്ങോട്ടുള്ള കാലം കേരളത്തിൽ അല്പമെങ്കിലും കാലം നിൽക്കാം എന്നുള്ളത് മാത്രമാണ് കണക്ക് കൂട്ടുന്നത്. ഇനി അഥവാ ഇവിടെ വന്നു നിന്ന് മത്സരിച്ച് തോറ്റാലും തിരിച്ച് MP ആയിട്ട് തന്നെ അവശേഷിക്കുന്ന കാലം തുടരാമല്ലോ എന്നുള്ള ഒരു കണക്ക് കൂട്ടലും അവർക്കുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.